രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം തകർക്കുന്നു. സംസ്ഥാനങ്ങളുടെ സാമ്പത്തികാധികാരങ്ങൾ കവരുന്നു. സംസ്ഥാനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം പിടിച്ചുവെക്കുന്നു. ഇങ്ങനെ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണങ്ങൾ ശക്തമായ സമയമാണിത്. ഇതേ സമയത്ത് തന്നെയാണ് സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടൽ നടത്തിയെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നത്. അന്വേഷണാത്മക മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിന്റെ പുതിയ റിപ്പോർട്ടിലാണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. അതിന്റെ കണ്ടെത്തലുകളുടെ വിശദാംശങ്ങളിലേക്ക് എത്തും മുമ്പ് പ്രധാനമന്ത്രി ലോക്സഭയിൽ നടത്തിയ ഒരു പ്രസംഗഭാഗം കാണാം. अभी हमने 42% फाइनेंस कमीशन के रिपोर्ट को स्वीकार करके हम दे रहे हैं, जबकि फाइनेंस कमीशन एक मत नहीं है. फाइनेंस कमीशन के मेंबर के अंदर भी डिस्प्यूट है. हम उसका फायदा उठा सकते थे, हम नहीं उठाना चाहते, क्योंकि हमारा तत्वतः हमारा कमिटमेंट है कि राज्य समृद्ध होने चाहिए, राज्य मजबूत होने चाहिए. 42% देना. മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിന് തൊട്ട് മുമ്പുള്ള ദിവസത്തെ പ്രസംഗമാണിത്. സംസ്ഥാനങ്ങൾക്ക് യഥേഷ്ടം നികുതി വിഹിതം നൽകാൻ പോകുന്നുവെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് മറ്റൊന്നാണെന്നാണ് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. രാജ്യത്താകെ സമാഹരിക്കുന്ന നികുതിയിൽ നിന്നും 42% വിഹിതം സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്നായിരുന്നു 14ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ. അതുവരെ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം 32%. രാജ്യത്തിന്റെ പൊതുവായ സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുകയും സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം ശുപാർശ ചെയ്യുന്നതും ഭരണഘടനാ സ്ഥാപനമായ ധനകാര്യ കമ്മീഷനാണ്. ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളിൽ കേന്ദ്ര സർക്കാരിന് മുന്നിൽ 2 വഴികളേ ഉള്ളൂ: അംഗീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞ് പുതിയ ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുക. തിരുത്താനോ മാറ്റങ്ങൾ വരുത്താനോ സാധിക്കില്ല. എന്നാൽ 14ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ പുറത്തു വന്നപ്പോൾ അതിന്മേൽ മാറ്റം വരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ YV റെഡ്ഡിയുമായി പിന്നാമ്പുറ ചർച്ചകൾ നടത്തിയെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന BVR സുബ്രഹ്മണ്യം വെളിപ്പെടുത്തിയത്. സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം 33% കുറയ്ക്കാനായിരുന്നു ചർച്ചയിലെ ആവശ്യം. എന്നാൽ അക്കാര്യം അംഗീകരിക്കാൻ റിസർവ് ബാങ്ക് മുൻ ഗവർണർ കൂടിയായ ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ YV റെഡ്ഡി തയ്യാറായില്ല. അതിനാൽ കേന്ദ്ര ബജറ്റ് രേഖകളിൽ ഇതിനനുസരിച്ച് മാറ്റങ്ങൾ തിരക്കിട്ട് നടത്തുകയായിരുന്നു. ബജറ്റിൽ വെട്ടിക്കുറയ്ക്കലുകൾ നടത്തി. വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിന് വകയിരുത്തിയ 36,000 കോടി പകുതിയായി വെട്ടിക്കുറച്ചു. ഇങ്ങനെ പല വകുപ്പുകളിലും 48 മണിക്കൂറിൽ വെട്ടിക്കുറയ്ക്കലുകൾ നടത്തി. അങ്ങനെ തയ്യാറാക്കിയ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസമായിരുന്നു മോദി താൻ എന്തിനു വേണ്ടി ശ്രമിച്ചോ അതിന് നേർ വിപരീതമായ പ്രസംഗം ലോക്സഭയിൽ നടത്തിയത്. कुछ राज्यों के पास तो तिजोरी की साइज नहीं है इतने रुपये रखने. പ്രധാനമന്ത്രി നടത്തിയ ഇടപെടൽ ഇപ്പോൾ നീതി ആയോഗിന്റെ CEO ആയ BVR സുബ്രഹ്മണ്യം കഴിഞ്ഞ വർഷം ഒരു സെമിനാറിൽ പങ്കെടുത്ത് പറഞ്ഞതായിരുന്നു. I was at the heart of the discussion, not hard, a tripartite discussion between Dr. Reddy, me and the Prime Minister. South Indian English, he told me in the end, Appa, brother, go and tell your boss, he has no choice. പ്രധാനമന്ത്രിയുടെ ഇടപെടൽ വെളിപ്പെടുത്തുന്ന BVR സുബ്രഹ്മണ്യത്തിന്റെ പ്രസംഗം ഈ അടുത്ത കാലം വരെ യൂട്യൂബിൽ ലഭ്യമായിരുന്നു. 2023 ജൂലൈ മുതൽ ഈ അടുത്ത ദിവസം വരെ വെറും 500 പേർ മാത്രമായിരുന്നു ആ വീഡിയോ കണ്ടത്. എന്നാൽ ആ പ്രസംഗത്തിന്റെ ചുവട് പിടിച്ച് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ചോദ്യങ്ങൾ അയച്ചു നൽകിയതിന് പിന്നാലെ യൂട്യൂബിൽ ആ വീഡിയോ ഇപ്പോൾ ലഭ്യമല്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ചോദ്യങ്ങൾക്ക് ഉത്തരവുമില്ല.